ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പൊക്കെ ഈ ഒരു പൊടിയിൽ ഒരു സൂത്രം കൂടി ഒന്ന് ചേർത്ത് നോക്കൂ കേട്ടോ. നമ്മൾ നീലാമ്പരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സൂത്രം കൂടി ഇതിലേക്ക് ചേർത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയാണേലും മീശയാണേലും താടിയാണേലും എല്ലാം കട്ടക്കറുപ്പാകും. അപ്പോൾ ഇതെന്താണെന്ന് കണ്ടു നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മളിപ്പോൾ മുണ്ട് അതുപോലെ തന്നെ വെള്ള ഷർട്ട് മുണ്ടുകളൊക്കെ കഴുകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ഇതൊന്ന് മുക്കി വെക്കുക. അതായത് ഈ തുണികൾ എന്തോരം തുണികളുണ്ടോ അതെല്ലാം എടുത്ത് വെക്കുക. എന്നിട്ട് അതിപ്പോൾ ഒരു പൈപ്പിൻ്റെ ചോട്ടിക്കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളം പിടിപ്പിച്ചെടുക്കണം. അത് മുക്കാൽ ഭാഗമുള്ള വെള്ളമായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് എത്ര തുണി അലക്കേണ്ട അതിന് സോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സോപ്പ് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. സോപ്പ് ഓയിലാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് മുക്കി വെക്കുക. അന്നപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഈ മുണ്ടിലത്തെ ഒരു മഞ്ഞക്കറ പോലെ കാണും. എപ്പോൾ നോക്കിയാലും മുണ്ടൊക്കെ എടുക്കും മഞ്ഞക്കറ. ആ മഞ്ഞക്കറ പോകാനും അത് മാത്രമല്ല ഒരു ബാഡ് സ്മെല്ല് കാണും, അത് പോകാനും വിനാഗിരി സഹായിക്കുന്നതാണ്. പിന്നെ സോപ്പ് ഓയിൽ ചെളി അതെല്ലാം പോകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സോപ്പ് ഓയിലും കൂടെ അടിച്ചിട്ട് 5 മിനിറ്റ് അത് കുതിരാൻ വെച്ചതിന് ശേഷം വാഷിംഗ് മെഷീൻ അലക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ വെള്ളം മുണ്ടുകൾ ഷർട്ടുകൾ എല്ലാം നല്ല പോലെ പാൽ പോലെ വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പും ഇതുപോലെ തന്നെ വെള്ള തുണികൾ ക്ലീൻ ചെയ്യുന്നൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ടിപ്പിൽ കാണിക്കുന്നത് ഇതുപോലെ ഒരുപാട് മുണ്ടുകളുണ്ടായിരുന്നു. ഒരു 5-6 മുണ്ടുണ്ട് കേട്ടോ. കണ്ട ഈ മുണ്ടിൻ്റെ കളർ കണ്ടോ, ഈ വെള്ള കളറിലെ മുണ്ടല്ല ഒരു മഞ്ഞ കളറും അതുപോലെ തന്നെ ചവണ്ട് പഴയ മുണ്ട് പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവരൊക്കെ ഈ മുണ്ടൊക്കെ കൊടുക്കും. പഴയ മുണ്ടാകും, എത്ര പുതിയ മുണ്ട് പഴയ മുണ്ട് പോലെ ആയിപ്പോൾ. പക്ഷെ നമുക്കിത് വെളുപ്പിച്ചെടുക്കാൻ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇപ്പം നമ്മൾ കല്ലെ കൊണ്ട് അലക്കാൻ ബുദ്ധിമുട്ട് ഒരു വാഷിംഗ് മെഷീൻ നിങ്ങൾ തുണി അലക്കുവാണെങ്കിലും വെളുപ്പിച്ചെടുക്കാം. ചിലർ പറയും വാഷിംഗ് മെഷീൻ തുണി അലക്കിയാൽ വെളുക്കത്തില്ല എന്ന്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 100% നല്ലപോലെ മുണ്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടുകളൊക്കെ വാഷിംഗ് മെഷീൻ അലക്കിയാൽ വെളുക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഈ കറ പോകാനായിട്ട്, അതായത് ഈ മഞ്ഞക്കറ നമ്മുടെ പഴയ മുണ്ടിൻ്റെ പുതിയ മുണ്ടൊക്കെ മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പഴമ മാറ്റി പുതിയതിലേക്ക് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റാണ്. ഇതാണ് ബ്ലീച്ച് വാട്ടർ. എല്ലാവരുടെ വീടുകളിൽ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ സോപ്പ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ബ്ലീച്ച് വാട്ടർ. അതും 2 അടപ്പ്, അതിൻ്റെ 2 അടപ്പോളമാണ് ഞാൻ അതിൻ്റെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഏത് സോപ്പ് ഓയിലാണോ അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുണ്ടുകളെല്ലാം അതിൽ മുക്കി വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 5 മിനിറ്റത്തേക്ക് മാത്രമേ ഇത് മുക്കി വെക്കാൻ പാടുള്ളൂ. അതിന് ശേഷം എടുത്തിട്ട് വാഷിംഗ് മെഷീൻ അലക്കുവാണെങ്കിൽ ആ കറയും എത്ര പഴകിയ മുണ്ട് നല്ല വെളുത്ത് പുതിയ മുണ്ടായിട്ട് മാറുന്നതും കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് ഡെയിലി നിങ്ങൾ ഇങ്ങനെ കഴുകാൻ പാടില്ല. പിന്നെ ഇത് വല്ലപ്പോഴും, അതായത് നമ്മൾ ഒത്തിരി ചവിണ്ട് പോയ മുണ്ട്, അതായത് നമുക്ക് കറയൊന്നും പോകുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഈ ബ്ലീച്ച് വാട്ടർ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബക്കറ്റിലാണ്, വാഷിംഗ് മെഷീൻ ഡയറക്റ്റായിട്ട് ഒഴിച്ച് മുക്കി വെക്കരുത്. ഇങ്ങനെ മാറ്റി ബക്കറ്റിലേ മുക്കി വെക്കാവുള്ളൂ. അതിനുശേഷം ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഒന്ന് അലക്കി കാണിക്കാം. നല്ലപോലെ വെളുത്തിട്ടുണ്ട്. ആ കളറുകളെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആ മുണ്ടുകളിൽ പിടിച്ച് അഴുക്കും കറയും മഞ്ഞക്കറയും ചവിണ്ട് പോയിരിക്കുന്ന പോലെ എല്ലാം അതങ്ങ് നല്ലപോലെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റ അലക്കി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ മുണ്ടുകളെല്ലാം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അലക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബ്ലീച്ച് വാട്ടർ ഡെയിലി ഉപയോഗിക്കരുത്. പിന്നെ നമ്മുടെ കളറുള്ള തുണികളിൽ ബ്ലീച്ച് വാട്ടർ ഒഴിച്ച് മുക്കി വെക്കാൻ പാടില്ല. കളർ ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം ഇത് കണ്ടില്ലേ, ആ ചെളി കണ്ടില്ല, ഫുള്ള് ചെളി എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മുണ്ട് ആ എടുത്ത പോലെയാണ് മുണ്ട് കിടക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കും, നല്ല വെളുത്തിട്ടാണ് മുണ്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള കറയൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മുണ്ടെല്ലാം അലക്കി മടക്കി ഉണക്കി ഞാൻ ഇവിടെ എടുത്തിട്ട് കണ്ടോ, നമ്മൾ ആ എടുത്തുകൊണ്ട് പോയി മുണ്ട് പോലെയാണോ നോക്കി നല്ലപോലെ വെളുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകും. ഇപ്പോഴത്തെ കാലത്ത് എലിശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഭയങ്കര എലിശല്യമാണ് ഇപ്പോഴത്തെ കാലത്തും. കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുകയും പഠിക്കാത്ത കയറി സാധനങ്ങളും ബക്കറ്റുകളെല്ലാം തരുന്നതൊക്കെ എലികളുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലികളെ തുരത്താനുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പഴയ പാത്രം എടുക്കുക. നമ്മൾ അത് ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കുക. അതിലേക്ക് ഒരു പാരസെറ്റാമോളിൻ്റെ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാരസെറ്റാമോളിൻ്റെ ഗുളിക നല്ല എഫക്റ്റാണ്. ഇതുങ്ങളുടെ വയറ്റിൽ ചെല്ലുമ്പോൾ ഇതുങ്ങൾ വീടിൻ്റെ പരിസരം വിട്ട് പൊക്കോളും
പൊക്കോളും എന്ന് ഉറപ്പാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇതിനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, എലികളെയൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഈ പാരസെറ്റമോൾ ഗുളിക പൊടിച്ചതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ട് വെച്ചാലൊന്നും എലികൾ വന്ന് എടുക്കത്തില്ല. ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ ഒരു സാധനം കൂടെ വേണം കേട്ടോ. ഇപ്പം ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് മീൻതലയാണ് കേട്ടോ. നമ്മളെ മീൻതല പിന്നെ ഒക്കെ വെട്ടുന്ന ഏത് മീനിൻ്റെ തലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു മത്തിയാണ്, കിളിയാണ്, ആ ഒരു മീനിൻ്റെ തലയുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെളിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് കേട്ടോ. അതായത് നമ്മുടെ പറമ്പിൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടിപ്പാണിത്. ഈ മീൻതലയോടെ പെരയ്ക്കകത്തൊന്നും വെക്കേണ്ട, ഒരു ശല്യം ഉണ്ടെങ്കിൽ വെക്കണം. അത് നമ്മൾ കിഴങ്ങിലോ ഉരുളക്കിഴങ്ങ് ദ്വാരമാക്കിയിട്ട് അതിലോട്ട് ഇത് ഫില്ല് ചെയ്ത് വെച്ചാലും മതി കേട്ടോ പെരയ്ക്കകത്തൊക്കെ. അല്ലാതെ വെളിയിൽ വെക്കണമെങ്കിൽ ഇതുപോലെ മീൻതല, ഏത് മീനിൻ്റെ തലയാണ് കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഈ ചെയ്ത് വെച്ചത് പാരസെറ്റമോൾ ഗുളികയുടെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൃഷി സ്ഥലങ്ങളിൽ എവിടെയാണ് ഈ എലികൾ പെടിച്ചാരികളൊക്കെ മാന്തിയിട്ടിരിക്കുന്നത് അവിടെ കൊണ്ടുവെക്കുക. ഇപ്പം നമ്മുടെ ആറിൻ്റെ തീരമാണ് കേട്ടോ. ഈ ആറിൻ്റെ തീരത്ത് ഈ സൈഡുകളിലെല്ലാം ഒരുപാട് വാഴകൾ, തെങ്ങ്, അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ, കപ്പ, ഇതൊക്കെ ഞങ്ങൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഫുള്ളും നശിപ്പിച്ച് കളയാണ്, ഒരു വലിയ ദ്വാരം പോലെ ആക്കിയിട്ടിരിക്കുക. അപ്പോൾ ഈ ആറ്റിൻ്റെ തീരത്തു നിന്നൊക്കെ ഇതുകൾ കയറി വരികയും ഈ പരിസരമെല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുങ്ങളെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ വാഴയുടെ ഒക്കെ സൈഡിലായിട്ട് ഒരു ഇതുണ്ട് കണ്ടോ, ഒരു ഹോള് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സൈഡിലാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നല്ല റിസൾട്ടാണ് എന്നെ കിട്ടിയത് കേട്ടോ. പിന്നെ ഒരു ശല്യം ഉണ്ടായിട്ട് കണ്ടില്ല, ഈ ഒരു ഗുഹ പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ആ ഒരു ഇടയിലായിട്ടാണ് എലിശല്യം, പെരിച്ചാരിയുടെയൊക്കെ ശല്യം കൂടുതൽ. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഈ ഒരു മീൻതലയുടെ ഇത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, താഴെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ശല്യമുള്ള പരിസരത്ത് എവിടെയാണോ ശല്യം അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി, അടിപൊളി റിസൾട്ടാണ്. പിന്നെ അവിടെ മാതാ എലി വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുമല്ലോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ വീടുകളിൽ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, ഇതിൽ ഏത് വേണേലും എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഇവിടെ കുറച്ച് ഡിഷ് വാഷാണ് എടുത്തിരിക്കുന്നത്. ഈ ഡിഷ് വാഷ് കൊണ്ട് നമുക്ക് പാത്രം കഴുകാൻ മാത്രം എടുക്കുന്ന ഡിഷ് വാഷ് അല്ല ഇത് കേട്ടോ. തുണി അലക്കാം, വീടിൻ്റെ അകം തുടയ്ക്കാം, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നൊരു ഡിഷ് വാഷാണ്. ഇത് സോപ്പ് കടയിൽ പോയി ചോദിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇതിൻ്റെ പേര് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാതെ ഇതേ രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ജാറ് നിറച്ച് ഈ ഡിഷ് വാഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറേ നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ മാത്രം. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ബാത്റൂം കഴുകാനും നമ്മുടെ സിങ്ക് കഴുകാനും വാഷ് ബേസിൻ കഴുകാനും ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. നല്ല വെട്ടിത്തിളങ്ങി കിട്ടും. കറയും കരിയും അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന ചെളിയും പായലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുന്നതായിരിക്കും. പായൽ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നമ്മുടെ മിറ്റമൊക്കെ പായൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്തിട്ട് തൂത്തുവിട്ടാൽ ഫുള്ള് പായലും പോകുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ബാത്റൂം ക്ലോസറ്റൊക്കെ മഞ്ഞക്കറയൊക്കെ പിടിച്ച് എല്ലാവരും ബാത്റൂമിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കൈവേദനിക്കാതെയും നടുവൊടിയാതെ തന്നെ ഒരുപാട് ഇട്ട് ഉരയ്ക്കാതെയും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്ത് എല്ലായിടും സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒത്തിരി ശക്തിക്കൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടൈൽസും ബാത്റൂം ക്ലോസറ്റും എല്ലാം ഫുള്ള് നല്ല പോലെ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. നല്ല അടിപൊളിയായിട്ട് മഞ്ഞക്കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും. ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡിഷ് വാഷ് നിങ്ങളിത് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നര എല്ലാവർക്കും വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ നരച്ച മുടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നരച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കറുപ്പാക്കാനാണ് നമുക്ക് സഹായിക്കുന്ന ഒരു സൂത്രം നമുക്ക് ഇവിടെ റെഡിയാക്കാം കേട്ടോ. എത്ര നരച്ച മുടിയാണെങ്കിലും കറുപ്പാക്കാൻ ഈ ഒരു പൊടി മാത്രം മതി. എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ നീലാമരിപ്പൊടി. ഇപ്പോൾ പലരും പറയും ചില നീലാമരിപ്പൊടികൾ പുരട്ടിയാലിട്ട് നമുക്ക് കറുപ്പാകത്തില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നീലാമരി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പൊടി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങൾ മേടിക്കുന്ന വനശ്രീയുടെയാണ്, പിന്നെ അല്ലെങ്കിൽ ഇന്ദുകാന്തി എന്നാണ്. ഇതിനും രണ്ടിലും നല്ല എഫക്റ്റാണ്, നല്ല മുടി കറുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു കറുപ്പ് വേണമെങ്കിൽ ഈ ഒരു സൂത്രം കൂടെ ഇതിലേക്ക് ചേർത്ത് നോക്കുക. അപ്പോൾ ഇതിനായിട്ട് ചൂടുവെള്ളം ഒന്നും വേണ്ട കാര്യമില്ല, തേയിലവെള്ളമോ കാപ്പിവെള്ളമോ ഒന്നും വേണ്ട കാര്യമില്ല. പിന്നെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അടുത്തെടുത്തിട്ട് ചെറിയ നരയുള്ളൂ, അതുകൊണ്ട്
കുറച്ചെടുക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ട ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ബൗളിലേക്ക് നീലാമ്പരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ബ്ലാക്ക് ഹെന്ന. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മേടിച്ച ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. അതിനുശേഷം അത് ഒരുപാട് ഇടരുത്, ഒരു 1/4 ടീസ്പൂണേ ഇടാവുള്ളൂ കേട്ടോ. ഇട്ടതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നരച്ച താടിയാണേലും മുടിയാണേലും അതുപോലെ തന്നെ പിന്നെ മീശയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാൻ പറ്റും. വെറും 30 മിനിറ്റ് നമുക്കിത് കറുപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് അടുപ്പ് കത്തിക്ക് ഒന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് മീശയിലാണേലും താടിയിലാണേലും തലമുടിയിലാണേലും നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം. എന്നാലേ നമ്മുടെ മുടിയിൽ ഇതൊക്കെ പിടിക്കത്തുള്ളൂ. അല്ലാതെ പിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഹെന്ന ചെയ്യാതെ തേച്ചിട്ട് കറുത്തിട്ടില്ല എന്ന് ആരും പരാതി പറയരുതേ. ഇപ്പോൾ എൻ്റെ മീശയിലാണ് ഇക്കയുടെ ഞാൻ പുരട്ടി കൊടുത്ത്. ഇപ്പോൾ കണ്ടില്ലേ, 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മീശ എല്ലാം മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ട് കറുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.